നമസ്കാരം. ജൂലൈ 29 അർദ്ധരാത്രി പെയ്ത നല്ല മഴയിൽ വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ അനേകം പേരാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ആ ജൂലൈ 29 അർദ്ധരാത്രി മുതൽ അവിടെ ഒരു കാവൽ സേനയായി ഒരു സംഘമുണ്ട്. അത് മറ്റാരുമല്ല, ഡിവൈഎഫ്ഐയുടെ ഉശിരന്മാരായ സഖാക്കളാണ്. ഇപ്പോ ഓഗസ്റ്റ് മാസം 29 ആയ ഇന്നേ ദിവസം വരെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അവിടെ തിരച്ചിൽ നടത്തുകയാണ്. ഈ ചൂരൽമലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ അന്ന് തുടങ്ങിയ പ്രവർത്തനം അവർ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിനാണെങ്കിലും പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിനാണെങ്കിലും മറ്റു പ്രദേശങ്ങളിൽ അകപ്പെട്ടു പോയവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിനാണെങ്കിലും എല്ലാം മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാനത്ത് തന്നെയുള്ള പല മേഖലകളിൽ നിന്നും ജില്ലാ കമ്മിറ്റികളിൽ നിന്നും എത്തിയ ഉശിരന്മാരായ സഖാക്കളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ആദ്യം 200 പേരെ വെച്ച് ഓരോ ജില്ലാ കമ്മിറ്റിയും അയക്കുകയും അതിനുശേഷം എപ്പോഴൊക്കെ അവിടെ ആവശ്യം വരുന്നോ അന്നേരമൊക്കെ ഇതിന്റെ വോളണ്ടിയർമാർ സന്നദ്ധ പ്രവർത്തകരായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലാണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ ബെയിലി പാലം നിർമ്മാണത്തിനാണെങ്കിലും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ ദിവസവും ജൂലൈ 29 മുതലുള്ള എല്ലാ ദിവസവും ഇന്നേ ദിവസം ഈ ഒരു മാസക്കാലം പിന്നിട്ട ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു ദിവസം പോലും മാറി നിൽക്കാതെയുള്ള പ്രവർത്തനമായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം. ഈ ഒരു മാസം കഴിഞ്ഞിട്ടും ബാക്കിയുള്ള യുവജന സംഘടനകളും എല്ലാവരും അവിടുന്ന് പിന്മാറി പോയിരിക്കുകയാണ്. എന്നാൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ സമയവും ഒരു കമ്മിറ്റി അല്ലെങ്കിൽ മറ്റൊരു കമ്മിറ്റി അവിടെ നിത്യമായി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു മാസക്കാലത്തിനിടയിൽ നടന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഏകോപിപ്പിക്കുന്ന പ്രവർത്തനം കൂടി ഉണ്ടായിരുന്നു. എപ്പോഴും ദുരിതം നേരിടുന്നവർക്ക് കൈത്താങ്ങായി അവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണ് ഈ 30 ദിവസമായിട്ടും അവരുടെ കൂടെ ഉള്ളത്. ഇതിനിടയിൽ ഈ ദുരിതക്കയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ദുരന്ത ബാധിതർക്ക് ചില ബാങ്കുകളിൽ നിന്ന് ദുരനുഭവം ഉണ്ടാവുകയുണ്ടായി. അവർ എടുത്ത വായ്പ തിരിച്ചടക്കുന്നതിന് വേണ്ടി ആ ബാങ്കുകൾ തയ്യാറായി വന്നപ്പോൾ അതിനെതിരെ ആദ്യം പ്രതികരിച്ച യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐയുടെ ആ ഒറ്റ പ്രതിരോധത്തിലൂടെ മാത്രമാണ് ആ ബാങ്കുകളെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും വായ്പാ തിരിച്ചടവ് വേണ്ടെന്ന് വെക്കുവാനും ആ ബാങ്കുകാർ തീരുമാനിച്ചതിന്റെ ഒറ്റ കാരണം ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം അവിടെ പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്നാണ്. ഇപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് അവിടുത്തെ ഏതെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് 50 അംഗ സംഘം അവിടെ തന്നെ തുടരുകയാണ്. എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ ഏത് കാര്യത്തിനും ഏത് പാതിരാത്രിയാണെങ്കിലും ഏത് നേരത്താണെങ്കിലും ജനങ്ങളോടൊപ്പം തന്നെ ആ പ്രസ്ഥാനം ഉണ്ടാകും എന്ന് തെളിയിച്ചിരിക്കുകയാണ് വീണ്ടും ഡിവൈഎഫ്ഐ.